ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ ഇതാരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇടുക. അതായത് സംഭവം വേറൊന്നുമല്ല, നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ടോ? കാരണം ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ലീക്കായി പോകാറുണ്ട്, പക്ഷേ കത്തിപ്പോകാറുണ്ടോ? ഇങ്ങനൊരു സംശയം ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഈ കാണുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു ടാങ്കിനകത്താണ് നമ്മൾ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രേക്ക് ഒരു ഹൈഡ്രോളിക് സിസ്റ്റം ആണെന്ന് എല്ലാവർക്കും അറിയാം. ബ്രേക്കിൻ്റെ പെഡൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വരുന്ന ഫോഴ്സ്, അതായത് ഇവിടെ താഴത്തെ മാസ്റ്റർ സിലിണ്ടർ വരുന്ന ഫോഴ്സിൽ ആ സെയിം ഫോഴ്സ് എല്ലാം ബ്രേക്കിലോട്ടും ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഇവിടുന്ന് താഴോട്ട് പോയി നേരെ ഈ പറയുന്ന പ്രൊപ്പോർഷനേറ്റീവ് വാൽവ് വഴി എല്ലാ ബ്രേക്കുകളിലും ഷെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതല്ലാതെ ചില വാഹനങ്ങൾക്ക് ക്ലച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി, അതായത് ക്ലച്ചിന് വർക്ക് ചെയ്യാൻ വേണ്ടി ഹൈഡ്രോളിക് ക്ലച്ച് വരുന്ന വാഹനങ്ങൾക്ക് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഒരു വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് കത്തിപ്പോകുന്നത്? അതായത് നമുക്കറിയാം, ലീക്ക് മെയിനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് വീൽ സിലിണ്ടറിൽ ലീക്ക് വരാം, അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിൽ ലീക്ക് വരാം, ഈ കാണുന്ന മാസ്റ്റർ സിലിണ്ടറിൽ ലീക്ക് വരാം. ഇതിനൊക്കെ ലീക്ക് വന്നു കഴിഞ്ഞാൽ അതിലെ ബ്രേക്ക് ഫ്ലൂയിഡ് പോകാം. ഈ പറയുന്ന ഹോസോ കാര്യങ്ങളൊക്കെ, അതായത് ഇതിലേ പോകുന്ന ലൈൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടോ, ഇത് ഈ വരുന്ന ജോയിൻസിൻ്റെ അവിടേക്ക് ലീക്ക് ഉണ്ടെങ്കിൽ ഇതിലെല്ലാം ഉറപ്പായിട്ടും പോകും. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അല്ലാതെ എങ്ങനെയാണ് പിന്നെ കത്തുന്നത്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിനകത്തിപ്പോൾ ഒരു മാക്സിമമും ലോയും ഹൈയും ഉണ്ട്. അതായത് ഇവിടെ മാക്സിമം, ഇത് മിനിമം, അങ്ങനെ 2 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് മിനിമം വരെ ഓക്കെയാണ്. മിനിമത്തിൽ താഴെ പോയി കഴിഞ്ഞാൽ പണിയാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വാഹനത്തിൻ്റെ ബ്രേക്ക് കിട്ടാനൊക്കെ പാടായിരിക്കും. കാരണം ലീക്കായി പോകുന്നത് അങ്ങനെ നമുക്ക് അറിയിക്കാൻ വേണ്ടി അവിടെ വേറൊരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെൻസർ കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും കാണാം. അതിൻ്റെ വയറാണ് ഈ പോകുന്നത്. എപ്പോഴെങ്കിലും വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് വാർണിംഗ് ലൈറ്റ്, അതായത് ഈ കാണിക്കുന്ന ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങളുടെ വാഹനത്തെ ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ടല്ല വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത്, പക്ഷേ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡോ കാര്യങ്ങളോ എവിടുന്നോ ലീക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത്. ലീക്ക് വരുന്നതുകൊണ്ടല്ല, അതിനകത്തുള്ള ലെവൽ കുറഞ്ഞതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു വാർണിംഗ് ലൈറ്റ് അവിടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം, എങ്ങനെ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് കത്തുന്നു? ഓക്കെ, അതിലോട്ടാണ് നമ്മളിപ്പോൾ വരുന്നത്. അതായത് നമുക്കെല്ലാം കാണാൻ സാധിക്കും, ഈ മാസ്റ്റർ സിലിണ്ടറിൻ്റെ, അതായത് താഴെ കാണുന്നതാണ് മാസ്റ്റർ സിലിണ്ടർ, അതിൻ്റെ മേളിൽ കാണുന്ന റിസർവ് ടാങ്ക്, ഇതിൻ്റെ ഏറ്റവും പുറകെ കാണുന്നത് ഈ കറുത്ത സാധനമാണ് നമ്മുടെ ബ്രേക്ക് ബൂസ്റ്റർ എന്ന് പറയുന്നത്. ഈ ബൂസ്റ്ററിലോട്ട് ഈ ഒരു ലയം പോകുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും കണ്ടോ, ഈ ഒരു ഹോസ് പോകുന്നത് കണ്ടോ. ഇതൊരു വാക്യൂം കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബൂസ്റ്ററിലോട്ട് വാക്യൂം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈനാണ്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് സിസ്റ്റം ഇപ്പോഴത്തെ ചെറിയ വാഹനങ്ങളുടെ എല്ലാം ഓടുന്നത് വാക്യൂം അസിസ്റ്റഡ് ബ്രേക്കാണ്. അപ്പം വാക്യൂം എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക്കൽ വാഹനത്തിന് വാക്യൂം ബൂസ്റ്റർ അല്ലെങ്കിൽ ഈ വാക്യൂം ബൂസ്റ്ററോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പരിപാടി കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു യൂണിറ്റാണ് വരുന്നത്. സ്റ്റിമുലേറ്റർ എന്നൊക്കെ പറയുന്ന യൂണിറ്റാണ് അവിടെ വരുന്നത്. അങ്ങനെയാണ് അവിടെ ബ്രേക്കിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എഞ്ചിനകത്ത് ഉണ്ടാകുന്ന അതേ വാക്യൂമാണ് ആ ഹോസ് വഴി, അതായത് നമ്മുടെ എഞ്ചിൻ്റെ അതേ വാക്യൂം അവിടെ അപ്ലൈ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ബ്രേക്ക് നമ്മളൊന്ന് തൊടുമ്പോഴത്തേക്കും കൂടുതലും ഫോഴ്സ് ആ വാക്യൂം ഈ ബൂസ്റ്ററിലോട്ട് കൊടുത്ത്, ആ ബൂസ്റ്ററും കൂടെ ഫോഴ്സ് കൊടുത്തിട്ടാണ് നമുക്ക് ബ്രേക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെ കത്തുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിക്ക് നമ്മുടെ ഈ കാണുന്ന മാസ്റ്റർ സിലിണ്ടർ, അതായത് ഈ ബ്രേക്കിൻ്റെ താഴെ വരുന്ന അല്ലെങ്കിൽ റിസർവ് ടാങ്കിൻ്റെ താഴെ വരുന്ന ഇതാണ് മാസ്റ്റർ സിലിണ്ടർ. ഇവിടെ ബാക്കിലൊരു സീല് വരുന്നുണ്ട്. ആ സീല് പോയിട്ടുണ്ടെങ്കിൽ അതിലെ നമ്മുടെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് പുറത്തോട്ട്, അതായത് ബൂസ്റ്ററിലോട്ട് ഇറങ്ങും. നമ്മൾ ഈ കണ്ട ഈ ബൂസ്റ്ററിലോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് കുറഞ്ഞു എന്നറിയുമ്പോൾ പിന്നെയും ഒഴിക്കും, പിന്നെ ഓടിക്കഴിയുമ്പോൾ പിന്നെയും കുറയും. പക്ഷേ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറവ് കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യാതെ പിന്നെയും ഒഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ബൂസ്റ്ററിനകത്ത് ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, ഇവിടെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അതിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് അതിനകത്ത് വരുന്ന സമയത്ത് എൻജിൻ വാക്യൂം, അതായത് എൻജിൻ വലിച്ചെടുക്കുന്ന എയർ, ആ എയർ തന്നെയാണ് അവിടെ വരുന്നത്. എയറിന് പകരം വലിക്കുന്നു, അതിനാണ് സക്ഷൻ. ആ ഒരു സക്ഷനെയാണ് നമ്മൾ വാക്യൂം എന്ന് പറയുന്നത്. ഈ ഒരു വാക്യൂമിനകത്ത് ഈ ഓയിൽ കയറും, ഏതാ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് കയറി കത്താൻ തുടങ്ങും. നേരെ എഞ്ചിനിലോട്ട് വരും ഈ ബ്രേക്ക് ഫ്ലൂയിഡ്. അത് ഏറ്റവും വലിയ പണിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഉറപ്പായിട്ടും ഇതുപോലെ ബ്രേക്ക് ഫ്ലൂയിഡോ വല്ലതും കത്തുന്നുണ്ട്, എന്തെങ്കിലും പുക വ്യത്യാസമോ വല്ല നമ്മുടെ വാഹനത്തിന് ഫീൽ ചെയ്യുകയോ, ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് കുറയുകയോ, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തി നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക, വാഹനത്തിന് പണി വരുന്നുണ്ട്. ഈ ഒരു കാര്യം കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഏതെങ്കിലും ലൈറ്റോ വല്ലതൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സർവീസ് സെൻറ്ററിൽ കൊണ്ട് കാണിച്ച് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.